പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ഫുൾ ഫോക്കസ് എന്ന് പറയുന്നത് ബേബിയിലായിരിക്കും, ബേബീൻ്റെ ഹെൽത്തിലൊക്കെ ആയിരിക്കും. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളത് പലപ്പോഴും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്. പല ആളുകളും ഡെലിവറിക്ക് ശേഷമായിരിക്കും അത് ശ്രദ്ധിച്ച് തുടങ്ങുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡെലിവറിക്ക് മുന്നേ ആയിട്ട് പ്രഗ്നൻസി സമയത്ത് തന്നെ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുകയാണ് വേണ്ടത്. പ്രഗ്നൻസി സമയത്ത് പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് പലപ്പോഴും കണ്ടുവരുന്ന പ്രശ്നങ്ങളുണ്ട്. അത് മെലാസ്മ പോലുള്ള പ്രശ്നങ്ങളായിരിക്കാം, ചെറിയതായത് പിഗ്മെൻറ്റേഷൻസ് ഉണ്ടായേക്കാം, പിമ്പിൾസ് വന്നേക്കാം. അതല്ല എങ്കിൽ നമുക്ക് പലപ്പോഴും ഡ്രൈനെസ് ഒക്കെ ഉണ്ടായേക്കാം, സ്ട്രെച്ച് മാർക്കുകൾ വന്നേക്കാം. ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് പരിഹരിച്ചില്ല എങ്കിൽ നമുക്ക് പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം, ഡെലിവറിക്ക് ശേഷം ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ടുള്ളൊരു കെയർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഈ ഒരു 10 മാസം നമ്മൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിന്നും, അല്ലെങ്കിൽ ഡെലിവറി കഴിയുന്ന സമയത്ത് ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻസ് ഇഷ്യൂസ് എല്ലാം ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്കുകളാണെങ്കിലും പ്രഗ്നൻസി സമയത്ത് നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും സ്ട്രെച്ച് മാർക്കുകൾ പോലും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്കിന്നിലെ ഹൈഡ്രേഷനാണ്. ഹൈഡ്രേഷൻ എന്നുള്ളത് പ്രോപ്പർ വെള്ളം കുടിക്കേണ്ട നിർബന്ധമാണ്. പല ആളുകളിലും നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് പ്രഗ്നൻസി സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻ, ഏറ്റവും കൂടുതൽ UTI ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് മെഡിക്കേഷൻ എടുക്കേണ്ടി വരുന്നതാണ് എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ നമ്മൾ ആദ്യം പ്രോപ്പറായിട്ടുള്ള വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയാറുള്ളത് നന്നാറിയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി. നന്നാറി എന്ന് പറയുന്നത് സർസപ്പാരില്ല എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അത് നമുക്ക് കൂടുതലായിട്ട് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗലൊക്കെ പ്രോപ്പർട്ടി ഉള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ എത്തുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ പോലെയുള്ളത് വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനൊരു പേഴ്സണലി ചെയ്തിട്ടുള്ള റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. കാരണം സർസപ്പാരില്ല എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരുത്തുന്ന ബാക്ടീരിയാസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാക്സിമം നന്നാരി ഇട്ടിട്ട് വെള്ളം കുടിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നന്നാരിയുടെ വേരുകളാണ് കേട്ടോ, അല്ലാതെ നമ്മൾ ബോട്ടിൽ മേടിക്കുന്ന മധുരമുള്ളതല്ല. അപ്പോൾ നന്നാരിയുടെ വേര് ഇട്ടിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് മാക്സിമം കുറയും. അപ്പം ഡ്രൈനെസ് ഇല്ലാതിരിക്കും സ്കിന്നിൽ. അതുപോലെ തന്നെ ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രഗ്നൻസി സമയത്ത് നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈനെസ് ഉള്ളത് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് ജെൻറ്റിലായിട്ടുള്ള മോയ്സ്ചറൈസറുകൾ ഉപയോഗിച്ചാൽ മതി. അത് മിനിമലായിട്ടുള്ളത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നൊന്ന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഫേസ് വാഷുകൾ അല്ലെങ്കിൽ ക്ലെൻസേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് മൈൽഡ് ആയിട്ടുള്ളത് മാത്രം ഉപയോഗിക്കുക എന്നുള്ളത്. അത് 2 നേരം നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരുപാട് കോമ്പൗണ്ടുകൾ ഉപയോഗിക്കാതിരിക്കുകയും കൂടെ വേണം. എന്തൊക്കെ ഉപയോഗിക്കരുതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് SPF ആണ്. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നിർബന്ധമായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. SPF 30 ആൻഡ് അതിൻ്റെ എബവ് ഉള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മൈൽഡ് ആയിട്ടുള്ളത് മാത്രം യൂസ് ചെയ്യുക, മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് മാത്രം യൂസ് ചെയ്യുക. അതുപോലെ ഒരുപാട് കോമ്പൗണ്ടുകൾ, ഒരുപാട് സ്കിൻ കെയർസ് ചെയ്യുന്ന ആളുകളാണ് 10 സ്റ്റെപ്പ് റൂട്ടീൻ, അതിൽ 7 സ്റ്റെപ്പ് റൂട്ടീനൊക്കെ ചെയ്യുന്നത്. അത് ഒഴിവാക്കാണ് വേണ്ടത്. അത്രയൊന്നും ആവശ്യമില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ളതിലേക്ക് മാത്രം ഒതുക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. അതിന് ഡോക്ടർ എന്താണോ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന ക്രീമുകൾ യൂസ് ചെയ്യുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ ആണെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. സ്കിൻ കെയർ എന്താണ് വേണ്ടത് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. ഏതെങ്കിലും പ്രോഡക്റ്റുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. അത് സ്കിൻ ബാരിയേഴ്സ് നശിപ്പിക്കാനും പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും ഉണ്ടാവും ഡെലിവറിക്ക് ശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോകാറുണ്ടാവും നമുക്ക് സ്ട്രെച്ച് മാർക്കിന് വേണ്ടിയിട്ട്. അത് പ്രഗ്നൻസി സമയത്ത് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ, ഷിയ ബട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അലോവേര ജെൽസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെറമൈഡ് മോയ്സ്ചറൈസറുകളൊക്കെ നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാക്സിമം നമുക്ക് സ്കാർ വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ആ സ്ട്രെച്ച് മാർക്കുകൾ ഈസിയായിട്ട് അങ്ങനെ കുറയ്ക്കാം. അതിനുശേഷം പിന്നീട് നമുക്ക് ലേസർ പോലും ചെയ്താലും 100% അത് മാറണമെന്നില്ല. അപ്പോൾ ആ ഒരു പ്രഗ്നൻസി സമയത്താണ് നമുക്കത് മാറ്റിക്കൊണ്ടുവരേണ്ടത്. അതുപോലെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നതാണ് പല പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളത്. ചില ആൾക്ക് റെറ്റിനോയിഡ് പോലെയുള്ളത് ഉപയോഗിക്കുന്നുണ്ടാകും. അത് പ്രഗ്നൻസി സമയത്ത് തീർത്തും ഒഴിവാക്കേണ്ടതാണ്. അത് കൺസീവ് ആവുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ സാലിസിലിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാകും. അത് ഹൈ പെർസെൻറ്റേജിലുള്ളതാണെങ്കിൽ ഒരിക്കലും ഉപയോഗിക്കരുത്. മറ്റു പല തരത്തിലുള്ള സ്റ്റീറോയിഡ് ക്രീമുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ഉപയോഗിക്കാതിരിക്കുക. മൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതല്ലാത്ത സ്കിൻ കെയർ പ്രോഡക്റ്റുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഹെയർ സീറംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് പ്രഗ്നൻസി സേഫ് ആണോ നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ആവശ്യമല്ലാത്ത തരത്തിലുള്ള സപ്ലിമെൻറ്റേഷൻസ് ആണെങ്കിൽ പോലും എടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്.
അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷമുള്ള ആഫ്റ്റർ ഡെലിവറി എന്തൊക്കെയാണ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യേണ്ടതെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്